അപ്പോൾ നമുക്കറിയാം നമ്മുടെ BFO എക്സാം ഡിസംബർ 20-ാം തീയതി നടക്കാനായിട്ട് പോവുകയാണ്. നമ്മുടെ മുന്നിലേക്ക് വളരെ ചുരുങ്ങിയ സമയം മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. അപ്പോൾ ഈ ഒരു ടൈമിൽ ഈ 30 ദിവസം കൊണ്ട് എങ്ങനെ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ കവറപ്പ് ചെയ്യണം. ഇതിൽ നമ്മൾ കണ്ടന്റുകൾ കുത്തി നിറയ്ക്കുന്നില്ല. എക്സാം ഓറിയന്റഡ് ആയിട്ട് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം നിങ്ങളിലേക്ക് ഡെയിലി തരും. നിങ്ങൾ ആ കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക എന്നുള്ളതാണ് ഈ ഒരു 30 ഡേയ്സ് നമ്മൾ ചെയ്യേണ്ടത്. ഹായ്, എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും കോമ്പറ്റേറ്റീവ് ക്രാക്കറിൻ്റെ ജനറൽ PSC ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്കറിയാം നമ്മുടെ BFO എക്സാം ഡിസംബർ 20-ാം തീയതി നടക്കാനായിട്ട് പോവുകയാണ്. നമ്മുടെ മുന്നിലേക്ക് വളരെ ചുരുങ്ങിയ സമയം മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. ഈ സമയം നമ്മൾ എങ്ങനെ കൃത്യമായിട്ട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഓൾറെഡി നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവരായിരിക്കാം, ഓൾറെഡി പഠിക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തു, പക്ഷേ ചില കാരണങ്ങൾ കൊണ്ട് പഠനം മുടങ്ങിപ്പോയി, അങ്ങനെയുള്ളവരുണ്ടായിരിക്കാം. അപ്പോൾ ഈ ഒരു ടൈമിൽ ഈ 30 ദിവസം കൊണ്ട് എങ്ങനെ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ കവറപ്പ് ചെയ്യണം. ഇപ്പോൾ നടക്കുന്ന ഒരു PSC പാറ്റേൺ അനുസരിച്ച് SCRT പോർഷൻസിൽ നിന്ന് കൂടുതൽ ചോദ്യങ്ങൾ വരുന്നുണ്ട്. കാരണം നമ്മുടെ മാറ്റം വന്ന SCRT അറിഞ്ഞു കാണുമല്ലോ, കഴിഞ്ഞ 2 വർഷങ്ങളിലായിട്ട് നമ്മുടെ സ്കൂൾ ടെക്സ്റ്റുകളിൽ മാറ്റം വന്നിട്ടുണ്ടായിരുന്നു അല്ലെ, പുതിയ സ്കൂൾ ടെക്സ്റ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ പുതിയ സ്കൂൾ ടെക്സ്റ്റിൽ നിന്ന് കൂടുതൽ ചോദ്യങ്ങൾ എക്സാമിന് വരുന്നുണ്ട് അല്ലെ. ഈ അടുത്ത് നടന്ന എക്സാമുകളിലാണ് എങ്കിലും പുതിയ സ്കൂൾ ടെക്സ്റ്റ് ബേസ് ചെയ്തുള്ള ഒരുപാട് ചോദ്യങ്ങൾ നമുക്ക് ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാൻ സാധിക്കും. അപ്പം അത്തരത്തിൽ ഇനിയുള്ള ടൈമിൽ നിങ്ങൾ എന്ത് ചെയ്യണം, കൂടുതൽ ഇമ്പോർട്ടൻസ് SCRT ബേസ് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കണം. എങ്കിൽ നിങ്ങൾക്ക് അവിടെ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? ഇനി 30 ദിവസങ്ങൾ നിങ്ങൾ ഏതെല്ലാം കാര്യങ്ങൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം? തീർച്ചയായിട്ടും സ്പെഷ്യൽ ടോപ്പിക്സ് 20 മാർക്കാണ് അല്ലേ. വളരെ വാസ്റ്റ് ആയിട്ടുള്ള സ്പെഷ്യൽ ടോപ്പിക്സ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. ഇപ്പോൾ നമ്മൾ CPOയുടെ എക്സാം എഴുതാൻ പോവുകയാണെങ്കിലും എക്സൈസിൻ്റെ എക്സാം എഴുതാൻ പോവുകയാണെങ്കിൽ അവിടെ സ്പെഷ്യൽ ടോപ്പിക്സിൽ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു തീർക്കാനുണ്ട്. പക്ഷേ അതൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ BFOയുടെ സ്പെഷ്യൽ ടോപ്പിക്സ് നമുക്ക് എന്ത് ചെയ്യാവുന്നേ ഉള്ളൂ, പഠിച്ചു തീർക്കാൻ സാധിക്കുന്ന ഒരു സിലബസ് മാത്രമാണ് നമുക്കുള്ളത്. സ്പെഷ്യൽ ടോപ്പിക്സിൻ്റെ 20 മാർക്ക് നമ്മൾ വളരെ ക്ലിയർ ആയിട്ട് അത് പഠിക്കണം. അവിടെ നമുക്ക് മാർക്ക് വളരെ ഈസി ആയിട്ട് സ്കോർ ചെയ്യാം. പിന്നീട് എന്ത് ചെയ്യണം, മാത്സ് മലയാളം ഇംഗ്ലീഷും കൂടെ 30 മാർക്ക് നമുക്ക് അവിടെ വരുന്നുണ്ട്. ഈ മാത്സ് മലയാളം ഇംഗ്ലീഷ് സ്പെഷ്യൽ ടോപ്പിക്സും കൂടെ 50 മാർക്കാണ് വരുന്നത്. ഈ മാത്സ് മലയാളം ഇംഗ്ലീഷ് നിങ്ങൾ എന്ത് ചെയ്യുക, കൂടുതൽ PYQs ബേസ് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഈ അടുത്ത കാലങ്ങളിൽ നടന്ന എക്സാമുകളിലെ PYQs ബേസ് ചെയ്ത് എന്ത് ചെയ്യുക, പഠിക്കാനായിട്ട് ശ്രമിക്കുക. പിന്നീടാണ് വാസ്റ്റ് ആയിട്ടുള്ള GK സെക്ഷൻ വരുന്നത്. ആ GK സെക്ഷൻ നിങ്ങൾ എന്ത് ചെയ്യണം, ഏറ്റവും ആവശ്യമായിട്ടുള്ള ടോപ്പിക്കുകൾ മാത്രം സ്പെസിഫൈ ചെയ്ത് എടുത്ത് പഠിക്കുക എന്നുള്ളതാണ് ഇനി ചെയ്യേണ്ടത്. GK എന്ന് പറയുന്ന 50 മാർക്ക് എന്ന് വെച്ചാൽ വളരെ വാസ്റ്റ് ആണ്. അതിൽ തന്നെ 10 മാർക്ക് കറണ്ട് അഫേഴ്സ് ആണ് അല്ലേ. ഈ ഒരു അടുത്ത ടൈമിൽ നടന്ന കറണ്ട് അഫേഴ്സുകൾ വളരെ കൃത്യമായിട്ട് പഠിക്കണം. ബാക്കി 40 മാർക്കാണ് നിങ്ങൾക്ക് GK സെക്ഷനിൽ വരുന്നത്. അതെന്ത് ചെയ്യണം, വളരെ വാസ്റ്റ് ആയിട്ടുള്ള GK സെക്ഷൻ ആയതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, SCRT ബേസ് ചെയ്ത് പഠിച്ചാൽ മതി. ഏറ്റവും ആവശ്യമായിട്ടുള്ള കണ്ടന്റുകൾ ഏത് SCRT പോർഷനിലാണ് ഉള്ളതെന്ന് മനസ്സിലാക്കി ആ SCRT ടോപ്പിക്കുകൾ ബേസ് ചെയ്ത് പഠിക്കണം അല്ലേ. എങ്കിൽ മാത്രമേ GK നമുക്ക് പഠിച്ച് തീർക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ അത്ര വാസ്റ്റ് ആയിട്ടുള്ള GK പഠിച്ച് തീർക്കുക എന്ന് പറയുന്നത്, ഈ ചുരുങ്ങിയ സമയം കൊണ്ട് പഠിച്ച് തീർക്കുക എന്ന് പറയുന്നത് നമ്മളെ കൊണ്ട് സാധിക്കാത്തൊരു കാര്യമാണ്. വാസ്റ്റ് ആയിട്ടുള്ള GK ഏറ്റവും ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം എടുത്തു വെച്ച് പഠിക്കുക എന്നുള്ളതാണ് ഇനി ചെയ്യാനായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് അല്ലേ. ഏതൊക്കെ കാര്യങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് ചോദ്യം വരുന്നു, ആ ഏരിയാസ് വളരെ കൃത്യമായിട്ട് പഠിക്കുക. അതേപോലെ കോൺസ്റ്റിറ്റ്യൂഷൻ, നമുക്ക് 8 മാർക്കാണ് കോൺസ്റ്റിറ്റ്യൂഷനിൽ വരുന്നത്. കോൺസ്റ്റിറ്റ്യൂഷൻ പഠിച്ചു തീർക്കാവുന്നതേ ഉള്ളൂ. അത് വളരെ ക്ലിയർ ആയിട്ട് ഈ മൗലിക അവകാശങ്ങളും മൗലിക കടമകളും നിർദ്ദേശ തത്വങ്ങളും എല്ലാം റിപ്പീറ്റഡ് ആയിട്ട് ചോദ്യങ്ങൾ വരുന്ന ഏരിയാസ് ആണ്. കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവിടെ മാർക്ക് ഉറപ്പിക്കാനായിട്ട് സാധിക്കും. പിന്നെയുള്ള സമയം 30 ദിവസം എന്ന് പറഞ്ഞാൽ വളരെ വിലപ്പെട്ടതാണ്. നമ്മളെപ്പോഴും പറയുന്ന പോലെ നമ്മളൊരു ഓട്ട മത്സരമാണ് എങ്കിൽ ഏറ്റവും അവസാനത്തെ ലാപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏറ്റവും അവസാനത്തെ ലാപ്പിൽ ആദ്യം ഓടുന്നവർ വളരെ സ്പീഡ് കുറച്ചായിരിക്കും ഓടുന്നത്. കാരണം ഏറ്റവും അവസാനത്തെ ലാപ്പിലേക്ക് കൂടുതൽ എനർജി വയ്ക്കാനായിട്ട്. അതേപോലെ തന്നെ ഇതൊരു അവസാനത്തെ ലാപ്പായിട്ട് മനസ്സിലാക്കി നല്ല എഫേർട്ട് എടുത്ത് ഓടാനായിട്ട് ശ്രമിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഫിനിഷിംഗ് പോയിന്റിൽ അല്ലേ ആദ്യം തന്നെ നിങ്ങൾക്ക് ഫിനിഷ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനിയുള്ള സമയം എന്ന് പറയുന്നത് വളരെ വിലപ്പെട്ട സമയമാണ്. 30 ദിവസം നമ്മുടെ കയ്യിലുണ്ട്. ഏറ്റവും ആവശ്യമായിട്ടുള്ള ടോപ്പിക്കുകൾ മാത്രം എടുത്ത്, ഏറ്റവും ആവശ്യമായിട്ടുള്ള ടോപ്പിക്കുകളുടെ ലൈവുകൾ മാത്രം തന്ന് വീക്കിലി എക്സാമുകൾ തന്ന് അല്ലെ റിപ്പീറ്റഡ് PYQs ചെയ്ത് പഠിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങൾ എങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ബാച്ചാണ് നമ്മുടെ 30 ഡേയ്സ് ബാച്ച് എന്ന് പറയുന്നത്. ഇതിൽ നമ്മൾ കണ്ടന്റുകൾ കുത്തി നിറയ്ക്കുന്നില്ല. ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം, എക്സാം ഓറിയന്റഡ് ആയിട്ട് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം നിങ്ങളിലേക്ക് ഡെയിലി തരും. നിങ്ങൾ ആ കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക എന്നുള്ളതാണ് ഈ ഒരു 30 ഡേയ്സ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു 30 ഡേയ്സ് ബാച്ചിനെ കുറിച്ച് കൂടുതൽ അറിയാനും
ഇതിലേക്ക് ജോയിൻ ചെയ്യാനുമായിട്ട് എന്ത് ചെയ്യുക, താഴെ കാണുന്ന നമ്പർ ഞങ്ങളെ കണക്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.